Okay, question എഴുതിക്കോളൂ. If a cyclist ഷെയർ ചെയ്യുന്നുണ്ടോ? ഒരു second. A cyclist speeding at 18 kilometer per hour on a level road takes a sharp turn without reducing the speed reducing the speed. ബ്രാക്കറ്റിൽ അവർ തന്നിരിക്കുന്നത് റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് is equal to 3 meter. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ centripetal force is provided by dash. B. രണ്ടാമത്തേത് if the coefficient of friction between the tire and the road is 0.10, will the cyclist slip while taking a turn? എന്താ ഇവർ ചോദിച്ചിരിക്കുന്നത്? ഒരു സൈക്ലിസ്റ്റ് 18 കിലോമീറ്റർ പെർ അവറിൽ ഒരു ലെവൽ റോഡിൽ എന്ത് ചെയ്തിരിക്കുക? ഒരു വളവ് തിരിക്കുക വിത്തൗട്ട് റെഡ്യൂസിങ് സ്പീഡ്. അതായത് അവൻ അടിച്ചു വിട്ട് വന്നു, അതേ സ്പീഡിൽ തന്നെ എന്ത് ചെയ്യുക? ആ റോഡിൽ തിരിക്കുക. പക്ഷെ ലെവൽ റോഡാണ്. അങ്ങനെയാണെങ്കിൽ ആ അതിന്റെ റേഡിയസ് 3 മീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് അവർ ചോദിച്ചിരിക്കുന്നത് എന്താ? അവിടെ എന്തായാലും ഇങ്ങനെ ടേൺ ചെയ്യുമല്ലേ, ടേൺ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. കാരണം ഒരു സർക്കുലർ മോഷൻ പോലെയായി അല്ലേ? അങ്ങനെയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സർക്കുലർ ലെവൽ റോഡിൽ നമ്മളൊരു വണ്ടി ഇട്ടപ്പോൾ എങ്ങനെയായിരുന്നു നമ്മളത് കൺസിഡർ ചെയ്തത്? ഇങ്ങോട്ടേക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്, ഇങ്ങോട്ടേക്ക് എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്? വണ്ടി ഇങ്ങോട്ടേക്ക് സ്കിഡ് പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എന്ത്? അപ്പൊ ശരിക്കും ഇവിടുത്തെ സെൻട്രിപെറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ആരാ? ഈ വണ്ടിയുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ ആണല്ലോ? അതായത് എടാ നിങ്ങൾ മറ്റേ ഇന്നലെ ഡെറിവേഷൻ നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ എന്താ പഠിച്ചത്? ഇന്നലെ ഡെറിവേഷൻ ചെയ്തപ്പോൾ നിങ്ങൾ ആ ഡെറിവേഷൻ എടുത്ത് നോക്കി. ഒരു ലെവൽ റോഡിൽ വണ്ടി ഇങ്ങനെ കിടക്കുക, ലെവൽ സർക്കുലർ ലെവൽ റോഡില് ഒരു വണ്ടി ഇങ്ങനെ കിടക്കുക. അപ്പം ആ വണ്ടി ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്, വണ്ടി തിരിക്കുന്ന സമയത്ത് വണ്ടി ഇങ്ങോട്ടേക്ക് തെറിച്ചു പോകാതിരിക്കണമെങ്കിൽ സെൻട്രലോട്ട് എന്തുണ്ടാവണം? ഫ്രിക്ഷൻ ഉണ്ടാവണം. ശരിയല്ലേ? ഫ്രിക്ഷൻ ഉണ്ടാവുന്നതാണ് അവിടെ എന്ത്? ഫ്രിക്ഷൻ ആണ് അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഇങ്ങനെ തെള്ളി പോകാതിരിക്കാൻ വേണ്ടി ടയറിൽ ഈ ഡയറക്ഷനിൽ എന്തുണ്ടാവണം? ഒരു ഫ്രിക്ഷൻ ഉണ്ടാവണം. ആ ഫ്രിക്ഷൻ ആണ് എന്ത്? ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്നത്. മനസ്സിലായോ? ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇത് അവിടെ നിന്ന് കറങ്ങുമോ? അപ്പൊ കറങ്ങുവാണെങ്കിലല്ലേ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാകുള്ളൂ. അപ്പൊ ആദ്യം അവിടെ എന്താ ഉണ്ടാകേണ്ടത്? ഫ്രിക്ഷൻ ആണ് ഉണ്ടാകേണ്ടത്. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ വണ്ടി സ്കിഡ് ആയി പോകും. അപ്പൊ സർക്കുലർ മോഷൻ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് വണ്ടി ആ അവിടെ നിൽക്കുന്നത്. അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത്? റൗണ്ടിൽ ഇങ്ങനെ കറങ്ങുന്നത്. ഓക്കെ, സെറ്റല്ലേ?
ആ അതായത് അപ്പൊ ആദ്യത്തെ ആൻസർ എന്താ? ആദ്യത്തെ ആൻസർ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഴുതാം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതൊരു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇനി രണ്ടാമത്തേത് ഇവർ പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.10 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സൈക്കിൾ ടേൺ ചെയ്യുമ്പോൾ ആ സൈക്കിൾ സ്ലിപ്പ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവൻ കറങ്ങുന്ന സ്പീഡ് എത്രയാ? അപ്പം ഇതിന്റെ ഈ ഒരു ഇത് വെച്ചിട്ട് അതിന്റെ ഒപ്റ്റിമം സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഒപ്റ്റിമം സ്പീഡ് സർക്കുലർ ലെവൽ റോഡിലെ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? Vmax കണ്ടുപിടിക്കുന്നത് എങ്ങനെ? Vmax കണ്ടുപിടിക്കുന്നത് എങ്ങനെ? റൂട്ട് ഓഫ് എന്താ? മ്യൂ ആർ ജി അല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മ്യൂ എത്ര? റൂട്ട് ഓഫ് മ്യൂ എത്ര? 0.10. ആർ എത്ര? 3 ഇൻറ്റു എന്താണ്? ഗ്രാവിറ്റി നമുക്ക് 10 ആയിട്ട് എടുക്കാം അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര വരും? അങ്ങനെയാണ് എത്ര വരും? റൂട്ട് 3 എന്ന് വരും അല്ലേ? റൂട്ട് 3യുടെ വാല്യൂ എത്ര? 1.73 ആണ്. അത് നോക്കിയേ, ഇതെല്ലാം മീറ്ററിലല്ലേ നമ്മൾ എടുത്തത്. ഗ്രാവിറ്റി എടുത്തത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരുന്നു. റേഡിയസിന് മീറ്റർ. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. പക്ഷെ നമ്മുടെ സ്പീഡ് എത്ര ആയിരിക്കുന്നത്? അതായത് 18 കിലോമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നത് അല്ലയോ? ഗിവൺ ബി. അപ്പൊ അതിനെ എന്തിലാക്കണം? മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? 5/18 ചെയ്താൽ മതി അല്ലേ? 18 കട്ട് ചെയ്യുമ്പോൾ എത്ര? 5 മീറ്റർ പെർ സെക്കൻഡ് ആണല്ലോ. അപ്പം അവിടുത്തെ ഒപ്റ്റിമം സ്പീഡ് എത്രയായിരുന്നു? Vmax എത്രയായിരുന്നു? പക്ഷെ അവനിപ്പോ പോകുന്ന വെലോസിറ്റി എത്ര? അവിടെ 1.73 പോകാൻ പാടുള്ളൂ. പക്ഷെ അവൻ പോകുന്ന എത്ര? അപ്പൊ അവൻ എന്ത് ചെയ്യും? സ്പീഡ് ആവും ഉറപ്പായിട്ടും. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. അപ്പൊ എഴുതുക V is greater than എന്താ? Vmax. Therefore എന്താണ്? He will slip. Clear ആണോ? Clear ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനോട്ട് എഴുതിക്കോ. Determine the maximum acceleration of the train in which a box lying on its floor will remain stationary given that the coefficient of static friction between the box and train's floor is 0.15. തന്നെയാണ് ചെയ്യാൻ ശ്രമിച്ചത്. ഇവിടെ question വായിച്ചിട്ട് the maximum acceleration of the train in which a box lying on its floor will remain stationary given that the coefficient of static friction between the box and train's floor is 0.15.
ആലോചിച്ച് പറ. അതായത് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? Determine the maximum acceleration of train in which a box lying on its floor remains stationary, given that the coefficient of static friction between box and the train floor is 0.5. അതായത് ഒരു പെട്ടി ഓടുന്ന ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുക ഫ്ലോറിൽ. അപ്പം ആ ബോക്സ് നീങ്ങാതെ ഇരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നീങ്ങാതെ ആ ട്രെയിൻ സഞ്ചരിക്കണമെങ്കിൽ ആ ട്രെയിനിന്റെ മാക്സിമം ആക്സലറേഷൻ എത്ര വരെ ആവാം? ഇത്ര ആക്സലറേഷൻ കൂടുതൽ ഇതിലാണ് ട്രെയിൻ പോകുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ പെട്ടി മൂവ് ചെയ്യും. അപ്പൊ ആ പെട്ടി മൂവ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വണ്ടി ട്രെയിൻ എന്താണ് മൂവ് ചെയ്യുമ്പോഴും ആ പെട്ടി റെസ്റ്റിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ പെട്ടിയുടെയും ഫ്ലോറിന്റെ ഇടയ്ക്ക് എന്തുണ്ടാവണം? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവണം. അപ്പം ഇവര് പറഞ്ഞിരിക്കുന്നത് മാക്സിമം എത്ര ആക്സലറേഷൻ വരെ ട്രെയിനിന് ആ ബോഡി അങ്ങനെ ഇരിക്കാൻ അല്ലെങ്കിൽ റെസ്റ്റിൽ ഇരിക്കാൻ അല്ലെങ്കിൽ ഇവര് തമ്മിൽ ആ ഫ്രിക്ഷനിൽ ഇരിക്കാൻ മാക്സിമം എത്ര ആക്സലറേഷൻ വരെ ട്രെയിനിന് പോകാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അവിടെ എന്താണ്? ട്രെയിൻ മൂലമുണ്ടാകുന്ന ഫോഴ്സ് എന്തിന് ഈക്വൽ ആയിരിക്കണം? ഫ്രിക്ഷണൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കണം. ശരിയല്ലേ? ഫ്രിക്ഷൻ ട്രെയിൻ മൂലമുണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? മാസ് ഇൻറ്റു അവിടുത്തെ മാക്സിമം ആക്സലറേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. എ മാക്സ്. അപ്പൊ അവിടുത്തെ ഫ്രിക്ഷൻ എന്താ? ഫ്രിക്ഷൻ എന്താ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മ്യൂ എസ് ഇൻറ്റു എന്താ? ആർ ആണ് നമ്മൾ തന്നെ പഠിച്ചായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എം ഇൻറ്റു എ മാക്സ് ഈസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു ഈ ആറിനെ നമുക്ക് എന്താക്കാം? ആറിനെ നമുക്ക് എം ജി എന്നാക്കാം. ആകത്തില്ലയോ? ആർ ഈസ് ഈക്വൽ ടു എം ജി. അതുകൊണ്ടാണല്ലോ അത് റിസ്ക് ഇരിക്കുന്നത്. ആണോടെ? ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എമ്മും എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയുവാണെങ്കിൽ നമുക്ക് എന്താ കിട്ടും? മാക്സിമം ആക്സലറേഷൻ എ മാക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? മ്യൂ എസ് ഇൻറ്റു ജി എന്ന് എഴുതാം. മ്യൂ എസ് തന്നിട്ടുണ്ട് 0.15 ഇൻറ്റു ജി 10. അങ്ങനെയാണെങ്കിൽ 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും അതിന്റെ മാക്സിമം. അതായത് 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ വരെ ആ ട്രെയിൻ ആക്സലറേഷൻ ആയാൽ ആ പെട്ടി മൂവ് ചെയ്യില്ല, അല്ലെങ്കിൽ ആ പെട്ടി മൂവ് ചെയ്യും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ടു ബില്ലിയാർഡ്സ് എന്ന് പറഞ്ഞാൽ മറ്റേ ഇങ്ങനെ തട്ടി കളിക്കുന്ന സാധനം അറിയാമോ? അതിങ്ങനെ മടി വെച്ച് ഇങ്ങനെ തട്ടി കാരംസിന്റെ പോലെ ഒരു ഗെയിമില്ലേ? വീക്കുള്ള ഒരു കമ്പ് വെച്ച് ഇങ്ങനെ തട്ടിയിടുന്നതിനാണ് അതിനെ ബില്ലിയാർഡ്സ് എന്ന് പറയുന്നത്. അത് തന്നെ. അതിങ്ങനെ കുറെ സാധനമുണ്ട്. ഇവിടെ കിഴുത്ത അല്ലേ? അപ്പൊ അതിനെ തട്ടി അതിന്റെ പേര് വിദ്യാഭ്യാസം, മലയാളം എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇവിടെ നോക്കിയോ. അപ്പം ടു billiards ball, billiard ball, each of mass 0.05 kg, moving in opposite direction with speed 6 meter per second, collide and rebound collide and rebound with the same speed. What is the impulse? What is the impulse imparted
imparted to each ball due to the other. ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, പക്ഷെ ഇച്ചിരി ഒന്ന് തിങ്ക് ചെയ്യണം. നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, എന്താണെന്നറിയാമോ? ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതായത് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ചേഞ്ച് ഇൻ മൊമെന്റം എന്നാണ്, മൊമെന്റം എന്നാണ്. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുമ്പോൾ എം വി മൈനസ് എന്താ? എം വി മൈനസ് എന്താ? ഇത് അങ്ങനെ 2 billiards ball of each of mass 0.05 kg moving in opposite direction, meter collided and rebound is okay. അപ്പം മൊമെന്റ് ഇമ്പാർട്ട് ചെയ്യുന്നത് എം വി മൈനസ് എന്താ? ചേഞ്ച് മൊമെന്റ് എം വി മൈനസ് എം യു ആണോ? ആണ്. അവിടുന്ന് എം കോമൺ എടുത്താൽ എന്താ? വി മൈനസ് യു ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പം ഇവിടെ നോക്കി, ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എം എത്രയാ? മാസ് എത്രയാ? 0.05 ആണ് അല്ലേ? ഇൻറ്റു വെലോസിറ്റി വി എത്ര? ഫൈനൽ വെലോസിറ്റി 6 ആണ്. ഇനിഷ്യൽ 6ഉം മറ്റേത് -6 എന്ന് വേണം എടുക്കാൻ. കാരണം എന്താ -6 എന്ന് എടുക്കുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നുണ്ട്. അത് അങ്ങനെ വേണം എടുക്കാൻ. ഈ ക്വസ്റ്റ്യൻ ആൻസർ അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അത് ഒരു ബോളിന്റെ കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇടിച്ചു കഴിഞ്ഞിട്ട് അത് അതായത് ആ രണ്ട് ബോളും സെയിം വെലോസിറ്റിയിലാണ് ചെയ്യുന്നത്. ഇടിക്കുന്നതും സെയിം വെലോസിറ്റിയിലാണ്, പോകുന്നതും സെയിം വെലോസിറ്റിയിലാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കരുത്. അപ്പൊ നിങ്ങൾ 6 - 6 എന്ന് എഴുതി എല്ലാവരും 0 എഴുതി വെക്കും. ഒരിക്കലും എന്താകത്തില്ല, മൊമെന്റം ഇവിടെ 0 വരുമോ? കാരണം എന്താ? കാരണം ഇടിക്കുന്ന സമയത്തും അതിന് മൂവ്മെന്റ് ഉണ്ട്, ഇടിച്ചു കഴിഞ്ഞും അത് മൂവ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. മനസ്സിലായോ? അപ്പൊ മൊമെന്റം എന്തായാലും ഉണ്ട്. അപ്പം അവിടെ മൊമെന്റം കൊണ്ടുവരുന്നതിന്റെ കാരണം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 6 - -6 എന്നാണ് നമ്മൾ എടുക്കാനായിട്ട്. അപ്പൊ ഇവിടെ എത്ര വരും? 0.05 ഇൻറ്റു 6 - 6 എന്ന് പറയുമ്പോൾ 6 + 6 എന്ന് വരും. ആണോ? അങ്ങനെയാണ് എത്ര? 0.05 ഇൻറ്റു 12 എന്ന് വരും. അപ്പൊ എത്ര വരും? 12 × 5 = 60 അല്ലേ? അപ്പം 0.6 ഇമ്പൾസ് നമുക്ക് ചേഞ്ചിങ് മൊമെന്റം തന്നെയാണ്. അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. സാർ സിവിലായിട്ട് കാണിക്കാവോ? സിവിലായിട്ട് കാണിക്കാവോ? 2 MB എങ്ങനെയാണ് മനസ്സിലായത്? ഞാൻ പഠിച്ചത് ഡൗട്ട് ഉള്ളവർ ചോദിക്കണേ. അയ്യാണ് 2 MB.
അടുത്ത ക്വസ്റ്റ്യൻ എഴുതുകയാണ് നോക്കിക്കോളൂ. എ ബുള്ളറ്റ് ഓഫ് മാസ് 15 gram fired with a velocity of 100 meter per second from a gun of mass 2 kg. Find the recoil speed of gun. നമ്മൾ പഠിച്ചായിരുന്നു റീകോയിൽ സ്പീഡ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ വി ഇല്ലേ? നമ്മൾ പഠിച്ചായിരുന്നു എന്തുവാ? നെഗറ്റീവ് ക്യാപിറ്റൽ എം ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു സ്മോൾ എം സ്മോൾ വി ആണോ? അവിടെ നിന്ന് നമുക്ക് ക്യാപിറ്റൽ വി റീകോയിൽ സ്പീഡ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു എം വി ഡിവൈഡ് ബൈ എന്താ? നെഗറ്റീവ് എം ആണല്ലോ. അപ്പോൾ വി ഈസ് ഈക്വൽ ടു എം എന്താ? എം മാസ് എത്രയാ? സ്മോൾ എം എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിന്റെ മാസ്. അപ്പോൾ 15 gram. അപ്പോൾ നെഗറ്റീവ് ജനറൽ ആയിട്ട് എടുക്കാം. നെഗറ്റീവ് 15 ഇൻറ്റു അതിന്റെ വെലോസിറ്റി എത്രയായിരുന്നു? 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇൻറ്റു അതിനകത്ത് വേറൊരു കാര്യമുണ്ട്, ഗ്രാമിനെ കിലോഗ്രാം ആക്കണമല്ലോ. അപ്പോൾ 15 ഇൻറ്റു എന്തെന്ന് എഴുതണം? 10⁻³ എന്താണ്? -3 ഇല്ലയോ? ഇൻറ്റു വെലോസിറ്റി എത്രയാ ബുള്ളറ്റിന്റെ? 100 ആണ്. ഡിവൈഡഡ് ബൈ ആ ഗണ്ണിന്റെ മാസ് എത്ര? 2 കിലോഗ്രാം ആണ്. 2. ഓക്കെ, അത് 2 എന്നിട്ട് ഇനി ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര എടുക്കാം? 50 ഇൻറ്റു 15 എന്ന് പറയുമ്പോഴത്തേക്കും 75. 750 ഇൻറ്റു 10⁻³ നെഗറ്റീവ് ഓഫ് 750. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 3 ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 0.5, അതായത് -0.75 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ഗണ്ണിന്റെ പുറകിലോട്ട് പോകുന്ന സ്പീഡ്, ക്യാപിറ്റൽ വി. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെയിം ഇതുപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ കൊടുത്താൽ തന്നെ ചെയ്യണം, പറഞ്ഞു തരില്ല, തന്നെ ചെയ്യണം. എ ബുള്ളറ്റ് ഓഫ് മാസ് 0.010 kilogram is fired by a gun of mass 100 kg. If the muscle speed of the bullet is 50 meter per second, what is the recoil speed of the gun?
Right answer. Mass of bullet is smaller, 0.010. Mass of gun, capital M, 1000 അല്ല 100 കിലോഗ്രാം അല്ലേ? അല്ലെങ്കിൽ കിലോഗ്രാമിലോ മാറ്റണ്ട. മസിൽ സ്പീഡ് എന്താണ്? വി, സ്മോൾ വി ആണ്. അത് 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റൽ വി. അപ്പൊ നമുക്കറിയാം നെഗറ്റീവ് ക്യാപിറ്റൽ എം, നെഗറ്റീവ് ക്യാപിറ്റൽ വി, നെഗറ്റീവ് ക്യാപിറ്റൽ എം വി ഈസ് ഈക്വൽ ടു എത്രയാണ്? സ്മോൾ എം സ്മോൾ വി ആണ്. അങ്ങനെയാണെങ്കിൽ വി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് സ്മോൾ എം സ്മോൾ വി ഡിവൈഡഡ് ബൈ എം, ക്യാപിറ്റൽ എം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നെഗറ്റീവ് 0.010 ഇൻറ്റു വി എന്ന് പറയുന്നത് 50 ആണ്, ഡിവൈഡ് ബൈ എം എന്ന് പറയുന്നത് 100 ആണ്. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടുന്നു. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0.005 വരും. അപ്പം അതിനെ നമുക്ക് 10 to the power എഴുതുമ്പോൾ 5 into 10 raised to minus 3 അത്രയും മീറ്റർ. ക്രിസിനൊക്കെ ഓക്കെ ആണോ? ക്രിസിൻ, അനഘ, ജ്യോതിഷ്, ജോഹാൻ? ഓക്കെ ആണ് സർ. ഓക്കെ ആണ് സർ. സൂര്യഗായത്രി, അലന്, അർജുന്? ഓക്കെ സർ. ഓക്കെ സർ. ഇതിനകത്ത് ആ ഡെറിവേഷൻ ലാസ്റ്റ് നമ്മൾ പഠിപ്പിച്ച പാൻഡ് റോഡും ലെവൽ റോഡും മസ്റ്റ് ആയിട്ട് പഠിക്കുക, ചോദിക്കും. പിന്നെ ഇമ്പൾസുമായിട്ട് ബന്ധപ്പെട്ടത് സെക്കൻഡ് ലോ ഓഫ് മോഷൻ, അതേപോലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, ഇതെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. Answer 5 into 10 raised to minus 3 meters. ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയോ? A machine gun fires bullets of mass 40 gram each with a speed of 1200 meter per second. The person can hold the gun with a maximum force of 144 Newton. What is the maximum number of bullets that can be
fired per second from the gun. തന്നെ ചെയ്യാൻ ശ്രമിച്ചേ. ജ്യോതിഷ ഐഡിയ വല്ലതും ഉണ്ടോ? ജ്യോതിഷ് ചെയ്തോണ്ടിരിക്കുന്നു. ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ പറഞ്ഞോ. ആദ്യം എന്തൊക്കെ തന്നിട്ടുള്ളതെന്നുള്ളത് എടുത്ത് എഴുതുക. എന്നിട്ട് അത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് എഴുതുക. സാറ് ഈ മൊമെന്റമിനെ ഫോഴ്സിലോട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യണം? മൊമെന്റമിനെ ഫോഴ്സിലോട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യണം? മൊമെന്റം ഫോഴ്സ് ഒന്ന് തന്നെയാണോ? മൊമെന്റമും ഫോഴ്സ് ഒന്ന് തന്നെയാണോ? ഇവിടെ നോക്കിയോ, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചോ. അതായത് ഒരു പുള്ളി എന്താണ് മെഷീൻ ഗൺ കൊണ്ട് ഫയർ ചെയ്യാം ബുള്ളറ്റ്സ്. ഓരോ ബുള്ളറ്റും 40 ഗ്രാം വെച്ചുണ്ട്. ഓരോ ബുള്ളറ്റും പുറത്തു പോകുന്ന സ്പീഡ് എന്ന് പറയുന്നത് 1200 മീറ്റർ പെർ സെക്കൻഡ്. ബുള്ളറ്റ് പുറത്തു പോകുമ്പോൾ എന്തായാലും ഗൺ റീകോയിൽ ചെയ്യുമല്ലോ. അപ്പൊ റീകോയിൽ ചെയ്യുമ്പോൾ ഈ മെഷീൻ ഗൺ ആയതുകൊണ്ട്, അതായത് ഒരു 10-300 ബുള്ളറ്റ്സ് ആയിരിക്കും പുറത്തോട്ട് പോകുന്നത്, അല്ലേ? അപ്പം അത് അയാളുടെ ഷോൾഡറിലാണ് റെസ്റ്റ് ചെയ്ത് അയാൾ വെടിവെക്കുന്നത്, ശരിയല്ലേ? ഇവിടെ ശ്രദ്ധിക്കണം. ഷോൾഡറിൽ റെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, അത് അദ്ദേഹം വീഡിയോ എടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് മാക്സിമം ഫോഴ്സ്, ഓപ്പോസിംഗ് ഫോഴ്സ്, അതായത് ആ തോക്കിനെ എന്താണ് അയാളുടെ ഷോൾഡറിൽ റെസ്റ്റ് ചെയ്യാൻ അയാൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള, അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഫോഴ്സ് എന്ന് പറയുന്നത് 144. മനസ്സിലായോ? അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര ബുള്ളറ്റ് ഒരു സെക്കൻഡിൽ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റും,
വെടിവെക്കാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ 144 ഫോഴ്സ് ഉൾക്കൊണ്ട് എത്ര ബുള്ളറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഫയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സമയത്ത് ഇല്ലേ, ബുള്ളറ്റ് പുറത്തോട്ട് പോകുന്ന സമയത്ത് എന്തായാലും ഇത് പുറകിലോട്ട് വരും. പുറകിലോട്ട് വരുമ്പോൾ ഇതിന് എന്തുണ്ടാവും, ഒരു റീകോയിൽ വെലോസിറ്റി കാണും, ഒരു ഇമ്പൾസ് കാണും, ശരിയല്ലേ? അപ്പൊ ഇവിടെ എന്തായാലും ഒരു ഇമ്പൾസ് ഉണ്ട്, ശരിയല്ലേ? ഒരു ആക്കമുണ്ട്. അത് എന്തിന് ഈക്വലാ? അവിടത്തെ ഫോഴ്സ് ഇൻറ്റു അവിടത്തെ ടൈം ഈക്വലാ. അതെന്തിന് ഈക്വലാ? അവിടത്തെ മൊമെന്റത്തിന് ഈക്വലാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, mv ആണല്ലോ, ശരിയല്ലേ? ഇമ്പൾസ് മൊമെന്റത്തിന് ഈക്വൽ അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഒരു ബുള്ളറ്റ് ഉണ്ടാക്കുന്ന മൊമെന്റം ആണോ ഇത്? അല്ല, എത്രയോ ബുള്ളറ്റ് ഉണ്ടാക്കുന്ന മൊമെന്റമാണ് ശരിക്കും, അല്ലേ? അപ്പൊ നമുക്ക് n mv നേടേണ്ടി വരും. അപ്പൊ നോക്കിയോ, ഇനി സിമ്പിൾ ആയിട്ട് ചെയ്യാലോ. f ഇൻറ്റു ടി ഈക്വൽ എന്താ? n mv ആണ്. അവിടുന്ന് എന്നാ കണ്ടുപിടിക്കേണ്ടത്? f തന്നിട്ടുണ്ട് 144. ഒരു സെക്കൻഡിൽ എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ ഒറ്റ സെക്കൻഡ് 1 ഇട്ടു ഈക്വൽ ടു n ഇൻറ്റു മാസ് എന്ന് പറഞ്ഞാൽ എത്രയാ? മാസ് 40 ഗ്രാം ആണ്. അപ്പൊ 40 ഇൻറ്റു 10⁻³ ഇൻറ്റു അതിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് 1200, ഇല്ലേ? എന്നിട്ട് n കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? 144 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എത്രയാ? 40 ഇൻറ്റു 10⁻³ ഇൻറ്റു 1200 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് n കിട്ടും. ഓക്കെ, ഈ 10⁻³ മുകളിൽ പോകുമ്പോൾ 10⁻³ ആവും. അപ്പം 144,000 വരും. ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 1200. ഇത് പോയി, അതേപോലെ ഇതും പോയി. അപ്പം 12 ഇൻറ്റു 4 48. അപ്പം 100 ഈക്വൽ ടു n ആണ്. അപ്പം n ഈക്വൽ ടു 144 ഡിവൈഡ് ബൈ 48 കട്ട് ചെയ്യുമ്പോൾ 3 ആയിട്ട്. ക്ലിയർ ആണോ? നോക്കിയോ, ഒരു ക്വസ്റ്റ്യൻ. A thief jumps from the top of a house with a box of weight 25 kg on his head. What will be the weight? Of the box experienced by the thief during his downward fall. Justify your answer. ഒന്ന് ആലോചിച്ച് ആൻസർ പറഞ്ഞു.
പറഞ്ഞേ. ക്രിസിന് ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? ക്രിസിൻ ക്രിസിൻ പറയാമോ? ക്രിസിൻ ജ്യോതിഷ് പറഞ്ഞോ. അതെ ഇത് ഡൗൺഫോൾ ചെയ്യുമ്പോൾ ഫ്രീ ഫോൾ മൂവ്മെന്റ് അപ്പം വെയിറ്റ്ലെസ്നെസ് 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 ആണോ ഫീൽ ചെയ്യുന്നതാണോ പറയുന്നത്? അതെ. അപ്പൊ എന്താ അതിന്റെ ആൻസർ എന്താ? എനിക്ക് അത്ര മനസ്സിലായുള്ളൂ. അത്ര മനസ്സിലായുള്ളൂ. ഇനി അത് ജസ്റ്റിഫൈ ചെയ്ത് ആൻസർ ചെയ്യാനറിയാം. ഇവര് ചോദിച്ചിരിക്കുന്നത് ഒരു കള്ളൻ അതായത് ഒരു വീടിന്റെ മണ്ടയ്ക്ക് ഒന്ന് ചാടുവോ, അയാളുടെ തലയിൽ 25 കിലോ വെയിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ വെയിറ്റ് ഓഫ് ദ ബോക്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ തീഫ് ഡ്യൂറിംഗ് ഹിസ് ഡൗൺവേർഡ് ഫോൾ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഒരു ലിഫ്റ്റ് ആയിട്ടൊക്കെ സങ്കല്പിക്കുക. ആ ലിഫ്റ്റിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റ് ആണ് എന്ത്, ആ വെയിറ്റ്. എന്നിട്ട് നിങ്ങൾ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേക്കും അതിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? when a lift is moving downwards, ലിഫ്റ്റ് പൊട്ടി താഴെ വീഴുമ്പോൾ എന്തായിരുന്നു? W ഈസിക്കൽ എന്താ? നമ്മൾ പഠിച്ചായിരുന്നു എന്താ? W അല്ലല്ലോ, സോറി, W ഈസിക്കൽ എന്താ? നമ്മൾ പഠിച്ചില്ലേ? എന്തോ പഠിച്ചേ നമ്മള്? എന്തോ പഠിച്ചേ? അല്ല, ഇതിന് ആൻസർ 0 കാരണം ഫ്രീ ഫോൾ അല്ലേ. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചേ. ഞാൻ പറഞ്ഞ താഴോട്ട് വരുമ്പോഴത്തേക്കും എന്താ? എ എന്തായിട്ട് മാറും? എ ജി ആയിട്ട് മാറും. താഴോട്ട് ഫ്രീ ഫോൾ. ഓക്കെ, നോക്കിയോ. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള എന്താ? ആർ ഈസിക്കൽ എന്താ? താഴോട്ട് വരുമ്പോൾ എം ജി ആണ് കൂടുതൽ ഇല്ലേ? എം ജി മൈനസ് എന്ത് വരും? നമ്മൾ പഠിച്ചത് എം ജി മൈനസ് എം എ വരും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർ ഈസിക്കൽ എന്താ? എം ജി മൈനസ് എന്താ? എം ജി മൈനസ് എം എ. എം ജി മൈനസ് എം എ എന്ന് പറയുമ്പോൾ എം ഇൻറ്റു എന്താ? എ ജി ആ. അപ്പൊ അത് എന്താ? ജി ആ. അപ്പൊ ആർ ഈസിക്കൽ എന്താ? ആർ ഈസിക്കൽ 0 വരും. അപ്പൊ ഡബ്ല്യു വെയിറ്റ് ഇത് തന്നെയായിരിക്കും. വെയിറ്റും 0 ആയിരിക്കും. ഇതാണ് ജസ്റ്റിഫിക്കേഷൻ. ജോസിന് മനസ്സിലായോ? മനസ്സിലായി. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ഇട്ട് തരാം. അപ്പൊ അതുകൂടെ ഒന്ന് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്റർ ഞാൻ ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത ചാപ്റ്റർ കെമിസ്ട്രി എഴുതാം. കെമിസ്ട്രി നമുക്ക് ഒരു ഓർഗാനിക് കെമിസ്ട്രി എഴുതി അടുത്ത ദിവസം തുടങ്ങാം. ഓക്കെ, എന്നാൽ ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ